പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 20-20 ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 61 മുതലുള്ള തിരുവചന വാക്യങ്ങളിൽ ഈശോ പ്രസ്താവിക്കുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുവിൻ എന്നുള്ള വിശുദ്ധ കുർബാനയുടെ കൃപയെക്കുറിച്ചാണ്. ആ സമയം വരെ ഈശോയോട് കൂടെ ഒത്തിരി ശിഷ്യന്മാരൊക്കെ ആയിരിക്കുന്നുണ്ട്. ഈശോ ഈ തിരുവചനം അരുളി ചെയ്തതിന് ശേഷം ഒത്തിരിയേറെ പേർ ഈശോയ്ക്കെതിരെ പിറുവിറുക്കുകയാണ്. ഇവൻ പങ്കുവയ്ക്കുന്ന ഈ വചനങ്ങൾ എത്രയോ കഠിനമാണ്,
ഇവ സ്വീകരിക്കുവാൻ ആർക്ക് സാധിക്കും എന്ന് ഈശോയ്ക്കെതിരെ പെറുപെറുത്തുകൊണ്ട് ഈശോയെ വിട്ടുപേക്ഷിച്ചു പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 12 ശിഷ്യന്മാർ മാത്രം ഈശോയോട് കൂടെ ആയിരിക്കുന്നത്. ഈശോ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും എന്നെ വിട്ട് പോകണമോ എന്ന്. ശിഷ്യന്മാർ അരുളി ചെയ്യുന്നുണ്ട്, നിത്യജീവന്റെ വചസ്സുകൾ നിന്നോട് കൂടെ ആണല്ലോ എന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം എന്ന വലിയ കൃപ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സൂചനയും ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുകയാണ്. അനുതാപപൂർവം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സുലോകരാജനേ. സർവശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശുക്രിസ്തുവേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞായേ, താതനാം ദൈവത്തിൻ സൂനുവേ,
സ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ, അങ്ങു മാത്രം പരിപാലനം, അങ്ങു ത്രിയേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായി എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ സ്നേഹിച്ചുകൊണ്ടോ എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജനിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് കർത്താവിനെ ഞങ്ങൾ സേവിക്കും, എന്നാൽ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അക്കാലത്ത് ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ശെഖേമിൽ വിളിച്ചുകൂടി. അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും അവർ വരുത്തി. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ജോഷുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുകയും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പ്രതികരിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിന്റെ ഭാഗമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കണ്ണുകളിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത്. അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും, അവിടുന്നാണ് നമ്മുടെ ദൈവം. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അകലങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർക്ക് ആനന്ദിക്കട്ടെ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും. കർത്താവ് നീതിമാന്മാരെ പ്രകാശിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം ശ്രമിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുതിർന്നിരിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ
എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും തിന്മ ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുകയും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുന്നു. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി. ഇത് അവളെ കലയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളഞ്ഞിരിക്കുകയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനെ തന്നെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അവ നിത്യജീവന്റെ വാക്കുകളാണല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് സാധിക്കും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ
മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുമുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വരാപ്പുഴ അതിരൂപതയിലെ ദൈന്യ പൈതൃകം സംവഹിക്കുന്ന ഒരു ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണല്ലോ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ബസിലിക്ക. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ നടത്തപ്പെടുന്ന വല്ലാർപാടം ബൈബിൾ കൺവെൻഷനും മരിയൻ തീർത്ഥാടനവും പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുനാളും ഇതാ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. 2021 സെപ്റ്റംബർ 12-ാം തീയതി ഞായറാഴ്ചയാണ് വല്ലാർപാടം തീർത്ഥാടന ദിനം. വിശ്വാസികൾക്ക് ഒരുമിച്ച് കൂടുവാൻ പോലും സാധിക്കാത്ത ഈ കോവിഡ് കാലത്ത് ഹൃദയത്തിന്റെ നെരിപ്പോടിൽ നാം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ കനലിന് പുതുചൈതന്യമേകുവാൻ നാം നടത്തുന്ന ഈ ആത്മീയ ആഘോഷങ്ങൾക്ക് കഴിയും എന്നതിൽ ഒരു സംശയവുമില്ല. മംഗളവാർത്തയുമായി വന്ന ദൂതൻ മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിസ്സാരരായ മനുഷ്യർ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ ഉതകുന്ന തരത്തിൽ ഉറപ്പാർന്ന ജീവിതം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങണം. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി. യേശുവിനെത്തുവാൻ നാം സഞ്ചരിക്കേണ്ട പാതയാണ് പരിശുദ്ധ മറിയം. മറിയത്തിലൂടെ യേശുവിലേക്ക് എന്ന ആധ്യാത്മിക മാർഗമാണ് ഇതിലൂടെ നാം പിഞ്ചെല്ലുന്നത്. ഈ വർഷത്തെ വല്ലാർപാടം ബൈബിൾ കൺവെൻഷൻ 2021 സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 12 ഞായറാഴ്ച വരെയാണ് നടത്തപ്പെടുന്നത്. പരിശുദ്ധ അമ്മയോടും ഒപ്പം ധ്യാനിക്കുവാനും വചനം ശ്രവിക്കുവാനും അതുവഴി ഒരു നവീകരണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുവാനും ഈ ബൈബിൾ കൺവെൻഷൻ നമ്മെ സഹായിക്കട്ടെ. ഈ വർഷം ധ്യാനം നയിക്കുന്നത് അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഡൊമിനിക് വളംനാൽ ടീം അംഗങ്ങളുമാണ്. എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് ധ്യാനം നടത്തപ്പെടുക. അതിരൂപത പ്രൊക്ലമേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ബൈബിൾ കൺവെൻഷനിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ ആയിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി പങ്കെടുത്ത് നമ്മെ നവീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ധ്യാനത്തിന്റെ സമാപന ദിനമായ സെപ്റ്റംബർ 12-ാം തീയതിയാണ് ഈ വർഷം വല്ലാർപാടം തീർത്ഥാടനം നടത്തപ്പെടുക. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആത്മനായുള്ള തീർത്ഥാടനമാണ് ഈ വർഷവും ഒരുക്കിയിരിക്കുന്നത്. അന്നേ ദിനം വൈകിട്ട് 4-ന്
വല്ലാർപാടം ബസിലിക്കയിൽ ആഘോഷമായ ജപമാല അർപ്പണം ആരംഭിക്കും. അതേസമയം എല്ലാ ഭവനങ്ങളിലും ജപമാല പ്രാർത്ഥന ചൊല്ലണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് വല്ലാർപാടത്തമ്മയുടെ സ്തുതിക്കായി എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദിവ്യബലി അർപ്പിക്കും. ദിവ്യബലിക്ക് ശേഷം നമ്മെ എല്ലാവരെയും പരിശുദ്ധ വല്ലാർപാടത്തമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അടിമ സമർപ്പണവും നടത്തും. അതിരൂപതയിലെ എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ ഒന്നിച്ച് അന്നേ ദിവസം ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ആയിരുന്നു കൊണ്ട് തന്നെ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കെടുക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദിവ്യബലിയെ തുടർന്ന് കൺവെൻഷന്റെ സമാപനവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 16 മുതൽ 24 വരെയാണ് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുനാളും നടത്തപ്പെടുന്നത് എന്നും അറിയിക്കുന്നു. എല്ലാ ദിവസത്തെയും തിരുക്കർമ്മങ്ങൾ വല്ലാർപാടം ബസിലിക്ക യൂട്യൂബ് ചാനലിലും കേരളവാണി യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്യുന്നതാണ്. വല്ലാർപാടം ബസിലിക്കയുടെയും അതിരൂപത പ്രൊക്ലമേഷൻ കമ്മീഷന്റെയും പരിശുദ്ധ ജപമാല സഹോദര സഖ്യത്തിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒരുക്ക പ്രാർത്ഥനകൾ നടത്തി സെപ്റ്റംബർ 12-ാം തീയതി മരിയൻ തീർത്ഥാടന ദിനത്തിൽ നമ്മെ പരിശുദ്ധ വല്ലാർപാടത്തമ്മയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിക്കാം. പരിശുദ്ധ വല്ലാർപാടത്തമ്മ നമ്മെ എല്ലാവരെയും ഈ മഹാമാരിയിൽ നിന്ന് സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള പൈതൃക സ്നേഹത്തിന്റെ അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു എന്ന് എറണാകുളത്ത് നമ്മുടെ അതിമെത്രാസന മന്ദിരത്തിൽ നിന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏക ദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാവരും മുമ്പ് പിതാവിന് ജനിച്ചവരുമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യതയിൽ നിന്നുള്ള സത്യതയും ജനിച്ചവനെയും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയയുടെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായ തീർന്നു. സമയകാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് 3-ാം ദിവസം വരികയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിനെ പ്രവർത്തിക്കുകയും ചെയ്യുകയും ജീവിക്കുന്നവരെ മനുഷ്യരെയും ഇരിക്കുക അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ കാര്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരെ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകനാശനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിനും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുജന നന്മയ്ക്കായി യത്നിക്കുന്നവർക്കും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളിയണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ ഈ കാഴ്ചദ്രവ്യങ്ങളെ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തൻ്റെ ജനനത്താൽ
പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായി പരിശുദ്ധനാ മലികണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വരങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാറാകട്ടെ. അവിടും ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ മാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിഴലിൽ എന്റെ ലഹരി ആഴ്ത്തണമേ. യേശുവിൻ കൃതജ്ഞതമേ എന്നെ നിത്യം കഴുകണമേ. വിശ്വാസത്തിൻ മഹാരഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭ
സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾക്ക് താഴെ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാരിയുമായിടണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരുക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാമേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ
ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്ത മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മിവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. സ്നേഹരാജനീശുവാഴും സർക്കാരിൻ നെൽപ്പിക്കേ ആത്മമായി നിറഞ്ഞിടുന്നു സ്നേഹസംഗീതം. സ്നേഹരാജനീശുവാഴും സർക്കാരിൻ നെൽപ്പിക്കേ ആത്മമായി നിറഞ്ഞിടുന്നു സ്നേഹസംഗീതം. യേശുവിന്റെ ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൽ നിറയട്ടെ ദിവ്യശാന്തിയാൽ എൻ്റെ മനസ്സിൽ. യേശുവിന്റെ ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൽ നിറയട്ടെ ദിവ്യശാന്തിയാൽ എൻ്റെ മനസ്സിൽ. പാപചിന്തയാകെ മാറ്റി അന്ധകാരമാകെ നീക്കി നീതിസൂര്യനായിട്ടു ദേവസൂര്യനേ യേശു. സ്നേഹരാജനീശുവാഴും സർക്കാരിൻ
വിവാഹ അറിയിപ്പ്. കൊല്ലം രൂപത കുരിപ്പുഴ പള്ളിയുടെ വക ജോൺസന്റെയും ഷീബയുടെയും മകൻ ഷിജോ ജോൺസണും നമ്മുടെ ഇടവക പാണക്കാട്ട് ബാബുവിൻ്റെയും ഗീതയുടെയും മകൾ ദീപ ബാബുവും തമ്മിൽ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അറിയിപ്പാണ്. ഈ വിവാഹത്തിന് കാനൂനികമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അറിയിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരുമാനം, സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുമാനം ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.
യേശുവേ